ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOS +2 സോഷ്യോളജിയിലെ ചാപ്റ്റർ 20 ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. 20 ചാപ്റ്ററാണ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് 20ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്നാണ്, അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ 19 ചാപ്റ്ററോളം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ നോക്കുവാണെങ്കിൽ സൊസൈറ്റിയിലെ കാര്യങ്ങൾ തന്നെയാണ്, സൊസൈറ്റിയിലെ നോംസ്. അതുപോലെ തന്നെ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു? അവിടുത്തെ നിയമങ്ങൾ, പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ അഡോളസെന്റ് അല്ലെങ്കിൽ കൗമാരക്കാരുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ ഗ്രൂപ്പ്സ് അല്ലെ, പ്രഷർ ഗ്രൂപ്പ്സ്, പിയർ ഗ്രൂപ്പ്സ്, ഇങ്ങനെയുള്ള ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാം നോക്കുമ്പോൾ ഒരുപോലെ നമുക്ക് സിമിലർ ആയിട്ട് തോന്നുമെങ്കിലും പക്ഷെ ഓരോന്നും ഓരോ പാഠമായിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം, അതിന് മുന്നേ നമ്മൾ അക്കൾച്ചറേഷൻ അല്ലെ, സ്വാംശീകരണം, അസിമിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമുക്ക് നോക്കാനായിട്ടുള്ളത് ചാപ്റ്റർ 20 സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം. ഈ സാമൂഹ്യ നിയന്ത്രണം അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കൺട്രോൾ ഉണ്ടല്ലേ. നമ്മളിപ്പോ നിൽക്കുമ്പോഴും നടക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴൊക്കെ അതിലൊരു കൺട്രോൾ ഉണ്ട്. കൺട്രോൾ എന്ന് പറയുമ്പോൾ ഒരു നിയന്ത്രണമുണ്ട് നമുക്ക് അല്ലെ. സൊസൈറ്റിയിൽ ഒരു കൺട്രോൾ ഉണ്ട് അല്ലെ. ഹെൽമെറ്റ് വയ്ക്കുന്നത് അതൊരു കൺട്രോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ. അത് മാത്രമല്ല സീറ്റ് ബെൽറ്റ് ഇടുന്നത്, അത് നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ പോലീസ് നമ്മളെ എന്ത് ചെയ്യുന്നു, എന്തെങ്കിലും ക്രൈം ചെയ്യുമ്പോൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയുള്ള എല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് ഒരു ബെനിഫിറ്റ് അല്ലെ, ഒരു നേട്ടം ഉണ്ടാകുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ, അല്ലെങ്കിൽ സൈലൻസ്, അല്ലെങ്കിൽ ഒരു പീസ്ഫുൾ മൈൻഡ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിൽ അങ്ങനെ ഒത്തിരി കൺട്രോൾസ് നമുക്ക് നടക്കുന്നുണ്ട്. അത് ഫോർമലായിട്ട് നടക്കാം, ഇൻഫോർമൽ ആയിട്ട് നടക്കാം. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ സൊസൈറ്റിയിലെ കൺട്രോൾസ് എങ്ങനെയാണ്? ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ്, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ. അതുപോലെ പതിവുപോലെ നമ്മൾ നോക്കുന്നത് 5 ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കുന്നത്. അല്ലാതെ നമുക്ക് വലിച്ചു വാരിയിട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമ്മുടെ എക്സാമിന് വരുന്ന എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കുവാണെങ്കിൽ ഇതിലും 5 ക്വസ്റ്റ്യൻ തന്നെയാണ്. ആദ്യം നമ്മൾ എന്താണ് സോഷ്യൽ കൺട്രോൾ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. രണ്ടാമത്തത് അതിന്റെ ഫാക്ടേഴ്സ്, സോഷ്യൽ കൺട്രോളിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. മൂന്നാമത് ടൈപ്സ്, ഞാൻ ഇപ്പൊ പറഞ്ഞു, ഇൻഫോർമൽ ഉണ്ട്, അതുപോലെ തന്നെ ഫോർമലും ഉണ്ട്. പിന്നെ റോൾ ഓഫ് ഫാമിലി, നൈബർഹുഡ്. നമ്മുടെ ലൈഫിൽ നമുക്ക് എന്താണ് നൈബർഹുഡ്, അയൽവക്കക്കാരും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിയും നമുക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അഞ്ചാമത്തേത് കുറച്ച് വൺ വേർഡ്, ഒരു 2 വൺ വേർഡ്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളെല്ലാവരെയും വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഫസ്റ്റത്തേത് സോഷ്യൽ കൺട്രോൾ എന്നാണ്. എന്താണ് സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്? സൊസൈറ്റിയിൽ ഒത്തിരി കൺട്രോൾസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, തുടക്കത്തിലേ പറഞ്ഞു. ധാരാളം കൺട്രോൾ ആണ്, നമ്മളെ പല കാര്യങ്ങളിലും കൺട്രോൾ ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത് ഒരു കൺട്രോൾ ആണ് അല്ലെ. ട്രാഫിക് എന്താണ്, നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ വാഹനം ഓടിക്കണം, അതൊരു കൺട്രോൾ ആണ് അല്ലെ. അതുപോലെ തന്നെ പ്ലെയിനിൽ പോകുമ്പോൾ, ട്രെയിനിൽ പോകുമ്പോൾ അല്ലെ, ഇതെല്ലാം നമ്മെ എന്ത് ചെയ്യുന്നു, നമ്മളെ കൺട്രോൾ ചെയ്യുന്നതാണ്. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സീറ്റ്, സംഭരണ സീറ്റുകളുണ്ട് അല്ലെ, അതിലൊരു അമ്മയും കുഞ്ഞുമാണ് ഇരിക്കാനുള്ളത് അല്ലെ. അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് വേറൊരാളെ എന്ത് ചെയ്യും, മാറ്റി ഇരുത്താം. ഇതെല്ലാം സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന കൺട്രോളും കാര്യങ്ങളുമാണ്. അപ്പോൾ എന്താണ് നോക്കുവാണെങ്കിൽ സൊസൈറ്റിയിലെ പീപ്പിൾസിനെ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ ജനങ്ങൾ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, സ്റ്റോപ്പ് ഇടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, സോഷ്യൽ കൺട്രോൾ അല്ലെങ്കിൽ സാമൂഹ്യ നിയന്ത്രണം എന്ന് പറയുന്നത്. അതിൽ എന്തിനൊക്കെ നമ്മൾ എന്തിനൊക്കെയാണ് കൺട്രോൾ ചെയ്യുന്നത്? പീപ്പിൾസിന്റെ ബിഹേവിയർ അല്ലെ, അവരുടെ സ്വഭാവത്തെ അല്ലെ. പിന്നെ എന്താണ്, നോംസ്, വാല്യൂസ്, ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യുന്നുണ്ട് അല്ലെ. സാമൂഹ്യ ക്രമം നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ പീപ്പിൾസിന്റെ എന്താണ്, ജനങ്ങളുടെ എന്താണ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ ചട്ടക്കൂടുകൾ അല്ലെ. അതുപോലെ തന്നെ നോംസ് ആൻഡ് വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താണ്, നോംസ് നമ്മുടെ എന്താണ് മൂല്യങ്ങളും അതുപോലെ തന്നെ മാനദണ്ഡങ്ങൾ. മലയാളത്തിൽ പറയുവാണെങ്കിൽ നോംസിന്റെ മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ വാല്യൂസ് എന്ന് പറയുന്നത് മൂല്യങ്ങളുമാണ്. മൂല്യങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സൊസൈറ്റിയിൽ കൺട്രോൾ വെക്കുന്നുണ്ട്. അപ്പോൾ ഇൻഫോർമലും ആകാം, ഫോർമലും ആകാം. അപ്പൊ നമുക്കൊന്ന് ജസ്റ്റ് ഒരു ചെറിയ ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ സമൂഹത്തിലെ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് നമ്മുടെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സമൂഹത്തിലെ വ്യക്തികളെ നിയന്ത്രിക്കുന്ന ഒന്നാണ് സോഷ്യൽ കൺട്രോൾ. അത് എന്തിനൊക്കെയാണ് നിയന്ത്രിക്കുന്നത്? വെറുതെ പോയി വ്യക്തികളെ അങ്ങ് നിയന്ത്രിക്കുകയാണോ? ഒരാളെ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അയാളുടെ എന്താണ്, പെരുമാറ്റത്തെ നിയന്ത്രിക്കുകയാണ്. ഒരാള് ആൽക്കഹോൾ അല്ലെങ്കിൽ മദ്യപിച്ചും റോഡിൽ തല്ലുകൂടുകയാണ്. അപ്പൊ അങ്ങനെ തല്ലുകൂടരുത് എന്ന് പറഞ്ഞ് അയാളെ നമ്മൾ പിടിച്ചു മാറ്റുകയാണ്.
ഒരു പോലീസോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസോ വന്ന് അയാൾ എന്ത് ചെയ്യുന്നു, പിടിച്ചു മാറ്റുന്നു. ആ പിടിച്ചു മാറ്റുന്നത് എന്താണ്, അയാളുടെ പെരുമാറ്റത്തെയാണ് അല്ലെ. അയാളോട് പിന്നെ എന്ത് ചെയ്യുന്നു, തർക്കിച്ച് നമ്മൾ അയാളെ മാറ്റി നിർത്തി അയാളെ പേരിൽ എന്ത് ചെയ്യും, ചിലപ്പോൾ കേസ് എടുക്കാം. അതൊക്കെ എന്താണ്, അയാളെ കൺട്രോൾ ചെയ്യണം. അയാളുടെ പെരുമാറ്റത്തെ അല്ലെങ്കിൽ അയാളുടെ ബിഹേവിയറിനെ നമ്മൾ കൺട്രോൾ ചെയ്യാണ്. ഇനി മേലാൽ എന്ത് ചെയ്യരുത്, നീ ആൽക്കഹോൾ അടിച്ച് അല്ലെങ്കിൽ മദ്യപിച്ച് എന്ത് ഇവിടെ ബഹളം വയ്ക്കരുത്. അതൊക്കെ നമ്മളൊരു കൺട്രോൾ ആണ് അല്ലെ. അപ്പൊ അത് ഇവിടെ എന്താ പറയുക, മൂല്യം, ഒരാളുടെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ സൊസൈറ്റിയിലെ ജനങ്ങളുടെ പെരുമാറ്റത്തെ എന്ത് ചെയ്യുന്നു, നിയന്ത്രിക്കുന്നു. പിന്നെ വാല്യൂസ്, നമുക്ക് സൊസൈറ്റിയിൽ കുറച്ച് വാല്യൂസ് ഉണ്ട് അല്ലെ, മൂല്യങ്ങളുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിനെ നമ്മൾ തറയിലിട്ട് ചവിട്ടുമോ? ഇല്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് ഒരു പവിത്രമായിട്ടൊരു രീതിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് വാല്യൂസ് ആണ് അല്ലെ, നമ്മുടെ സൊസൈറ്റിയിലെ വാല്യൂസ് ആണ്, നോംസ്. ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉയർത്തിപ്പിടിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. സൊസൈറ്റിയിലെ കൺട്രോളിനെ എത്ര എടുത്തിരിക്കുന്നുണ്ട്, ഫോർമൽ കൺട്രോൾ ആൻഡ് ഇൻഫോർമൽ കൺട്രോൾ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ ആണോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് ഫാക്ടേഴ്സ്, സോഷ്യൽ കൺട്രോളിന്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഘടകങ്ങൾ അല്ലെ. ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. ഈ സോഷ്യൽ കൺട്രോൾ ചിലത് നമ്മൾ എന്ത് ചെയ്യും, അംഗീകരിക്കും, ചിലത് നമ്മൾ എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല അല്ലെ. അതാ ഇവിടെ പറയുന്നത്. എല്ലാ സമൂഹങ്ങളിലും എന്തുണ്ട്, അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ട്. ഏതൊരു കൺട്രി എടുത്താലും, അമേരിക്ക ആയാലും ഇറ്റലി ആയാലും ജർമ്മനി ആയാലും ഇന്ത്യ ആയാലും ബ്രസീൽ ആയാലും ഒക്കെ എല്ലാ കൺട്രിയിലും അവർക്കായിട്ടുള്ള എന്തുണ്ട്, പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ട്. അതായത് ഒരു ബിഹേവിയർ അപ്രോച്ച്, അവരുടേതായ എന്താണ് രീതികൾ ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലെ. വെസ്റ്റേൺ ഡ്രസ് ഇടുന്നവരുണ്ട്. നമ്മുടെ സൊസൈറ്റി നോക്കുവാണെങ്കിൽ നമുക്കൊരു പൈതൃകമുണ്ട്, നെല്ല്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അമേരിക്കയിൽ അങ്ങനെയുള്ള ഫ്ലാറ്റും ബഹുനില കെട്ടിടങ്ങളുമാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് അല്ലെ. നമ്മുടെ ഡ്രസ്സിംഗ് രീതി അല്ല അമേരിക്കക്കാരുടെ ഡ്രസ്സിംഗ് രീതി, അവരുടെ ഫുഡ് ഐറ്റംസ് അല്ല നമുക്കുള്ളത്, അവരുടെ ബിഹേവിയർ അല്ല നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒക്കെ ടോട്ടലി എന്താണ്, ചേഞ്ച് ആണ്. ഭാഷ അതല്ല, ലാംഗ്വേജ് പ്രശ്നം വരാം. ഓക്കെ, ഇതെല്ലാം എന്താണ്, എല്ലാ സമൂഹത്തിലും എന്താ പറയുന്നത്, ചില അംഗീകരിക്കപ്പെട്ട പെരുമാറ്റ രീതികളും മാനദണ്ഡങ്ങളും ഉണ്ടാകും അല്ലെ, എല്ലാത്തിലും ഉണ്ട്. പിന്നെ എങ്ങനെയാണ്, നമ്മള് ഒരാള് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നീ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ആ ഇന്ന വ്യക്തിക്ക് എന്താണ്, നമ്മളോട് ഒരു റെസ്പെക്ട് തോന്നി അത് ചെയ്യില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കും. അതായത് വേറൊന്നും എക്സാമ്പിൾ സിമ്പിൾ പോയിന്റിൽ പറയുവാണെങ്കിൽ എന്താണ്, സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നവയാണ് നിയന്ത്രണം. അതായത് പോലീസുകാർ ഹെൽമെറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഹെൽമെറ്റ് വെക്കും. അല്ല പെറ്റി അടയ്ക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ പെറ്റി അടച്ചിരിക്കും അല്ലെ. അത് മാത്രമല്ല, ഇരുചക്ര വാഹനങ്ങള് പതുക്കെയാണ് നിരത്തിലൂടെ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ എന്ത് ചെയ്യും, ആ സമയത്ത് ചെയ്യും, അവർ നിൽക്കുകയും ചെയ്യും അല്ലെ. അതവിടെ പറയുന്ന സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, നമ്മുടെ സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? സമൂഹത്തിലെ അംഗങ്ങൾ അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, സൊസൈറ്റിയിലെ സോഷ്യൽ ഫാക്ടർ അല്ലെങ്കിൽ എന്താണ്, സൊസൈറ്റിയിലെ സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ ഓരോന്നിനും എന്തുണ്ട്, പ്രഷർ ഉണ്ടല്ലേ. അതായത് അംഗങ്ങളുടെ മേൽ പെരുമാറ്റ നിയമങ്ങൾക്ക് വഴങ്ങുന്നതിന് അംഗങ്ങളുടെ മേൽ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു പ്രഷർ നമ്മൾ ചെലുത്തുന്നുണ്ട്. പെറ്റിയിലൂടെ പെറ്റി അടയ്ക്കാൻ വീണ്ടും പെറ്റി വരുമ്പോൾ, പെറ്റി അടയ്ക്കാൻ പേടിയാകുമ്പോ എന്ത് ചെയ്യും ആൾക്കാര്, സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പിന്നെ ട്രാഫിക് വയലൻസ് എന്ത് ചെയ്യും, ട്രാഫിക് ആയിട്ടുള്ള നിയമങ്ങളൊക്കെ എന്ത് ചെയ്യും, പാലിക്കാൻ തുടങ്ങും. ഒരു പ്രഷറാണ്, സ്വന്തം ഇഷ്ടത്തിലല്ല, ഒരു പ്രഷർ കാരണം എന്ത് ചെയ്യും, അവര് സമൂഹത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കും. അതാ പറയുന്നത്, പെരുമാറ്റങ്ങൾക്ക് വഴങ്ങുന്നതിന് അംഗങ്ങളുടെ മേൽ ഒരു സാമൂഹ്യ സമ്മർദ്ദ മാർഗങ്ങൾ ചെലുത്തുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഒരു പ്രഷർ നമ്മൾ ചെലുത്തുന്നുണ്ട്. ഫൈനിലൂടെയും പെനാൽറ്റിയിലൂടെയും ഒക്കെ നമ്മെ എന്ത് ചെയ്യും. അതുപോലെ നമ്മൾ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവിടെ ആര് വരും, പോലീസ് വരും, നമ്മൾ അറസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം, സൊസൈറ്റിയിൽ നിന്ന് മനസ്സിലാക്കാം. അതായത് അംഗങ്ങളുടെ മേൽ ഒരു പ്രഷർ ചെലുത്തുന്നുണ്ട്. ഇനി വ്യവസ്ഥകളോട് അല്ലെങ്കിൽ എന്താണ്, വലിയൊരു മേഖലയാണ് ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഒന്നും രണ്ടും കാര്യം, നമ്മുടെ മിക്ക സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ മിക്ക ഇൻസ്റ്റിറ്റ്യൂഷനിലും മിക്കയിടത്തും എന്തുണ്ട്, കൺട്രോൾ ഉണ്ട്. എല്ലായിടത്തും എന്തുണ്ട്, കൺട്രോൾസ് ഉണ്ട്. നമ്മളെ സൊസൈറ്റിയിലാണോ നമുക്ക് എന്തുണ്ട്, നിയന്ത്രണം നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളെ നിയന്ത്രിക്കാൻ ഒരുപാട് പേരുണ്ട്, നിയന്ത്രണം നമ്മൾ എന്താണ്, ബാധ്യസ്ഥരാണ്. അപ്പൊ ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ എങ്ങനെയാണ് ഈ ചിലപ്പോ എന്താണ്, വ്യക്തികള് ചിലപ്പോ ഇണങ്ങുന്നത് എന്താണ്, സ്വമനസ്സോടെ ആയിരിക്കാം, ചിലപ്പോ എങ്ങനെയല്ല, സ്വന്തമായിട്ടുള്ള ഒരു മനസ്സോടെ അല്ലായിരിക്കാം. അതായത് ഈ നിയന്ത്രണങ്ങൾ നമ്മൾ ഏറ്റെടുക്കുന്നത് എങ്ങനെയായിരിക്കാം,
സ്വന്തം മനസ്സോടെ ആയേക്കാം, ചിലപ്പോൾ എങ്ങനെയല്ല സ്വന്തം മനസ്സോടെ അല്ലാതെയും ആകാം. മനസ്സിലായോ? അപ്പം എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് ഒന്നുകൂടെ നമുക്ക് നോക്കിയോ. എന്താണ്? ഒരു ബിഹേവിയർ ആണ് നമ്മുടെ സൊസൈറ്റിയിലെ നമ്മുടെ മനുഷ്യന്റെ ഓരോ ബിഹേവിയറിനെയും അതുപോലെ തന്നെ എന്താണ് ഓരോ രീതിയിലുള്ള നോംസും വാല്യൂസും ഉണ്ട്. ഒന്നും രണ്ടും വാല്യൂസും ഒന്നും രണ്ടും എന്താണ് ഫാക്ടേഴ്സും അല്ല നമുക്കുള്ളത്, ധാരാളം എന്താണ് വാല്യൂസും അതുപോലെ തന്നെ ബിഹേവിയർ ചേഞ്ചസും ഉണ്ട്. നമ്മളെ എന്തെങ്കിലും അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതാണ്, ജനങ്ങൾ നമ്മൾ പറയുന്നത് അനുസരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? നിയന്ത്രണങ്ങൾ എന്ന് വിളിക്കുന്നത്. കാരണം ഹെൽമെറ്റ് വച്ചേ പറ്റൂ അല്ലെ, അത് വയ്ക്കും. അത് നേരത്തെ ആ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഒരു ഹെൽമെറ്റിന്റെ കാര്യം ഹെൽമെറ്റ് നമ്മൾ എന്ത് ചെയ്യും? വയ്ക്കും അല്ലെ, സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യം. അപ്പൊ അതെന്താണ്? നമ്മൾ ചില അംഗങ്ങൾ എന്ത് ചെയ്യും? അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന നിയന്ത്രണങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. പിന്നെ പെരുമാറ്റ നിയമങ്ങൾക്ക് എന്താണ്? ഒരു പ്രഷർ ഉണ്ടല്ലോ, ഒരു പ്രഷർ ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവര് ഓരോ കാര്യങ്ങളും ചെലുത്തുന്നത്, അല്ലെങ്കിൽ സാമൂഹ്യ സമ്മർദ്ദങ്ങളുണ്ട്, അതനുസരിച്ച് എന്ത് ചെയ്യും? അതനുസരിച്ച് ചെയ്യും. പിന്നെ സെൽഫ് കൺട്രോൾ ആണ് അല്ലെ, സാമൂഹിക നിയന്ത്രണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എങ്ങനെയൊക്കെ സെൽഫ് കൺട്രോൾ സ്വന്തമായിട്ട് ചെയ്യും അല്ലെ, സെൽഫ് കൺട്രോൾ ആയിട്ട് ചെയ്യും, മനസ്സോടെ എന്ത് ചെയ്യും. ആരും പറയാതെ തന്നെ എന്ത് ചെയ്യും? ചിലവർ കണ്ടില്ലേ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇറങ്ങും. ചിലവരങ്ങനെയല്ല, പോലീസിനെ കാണുമ്പോൾ എന്ത് ചെയ്യും? ഹെൽമെറ്റ് എടുത്ത് തലയിൽ വയ്ക്കും. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒന്ന് പ്രഷർ കൊണ്ട് ചെയ്യുന്നു, മറ്റൊന്ന് എങ്ങനെയാണ്? സ്വന്തം മനസ്സോടെ ചെയ്യുന്നത്, സെൽഫ് കൺട്രോൾ ആയിട്ട് ചെയ്യുന്നത്, സ്വയം നിയന്ത്രണവുമാണ്. മനസ്സിലായി? പിന്നെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് ആണ്. വൈഡ് എന്ന് പറയുമ്പോൾ വലിയ ഒരു വിശാലമായ ഒരു സംഹിതയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ സമൂഹത്തിൽ എന്താണ്? മാറ്റങ്ങൾക്കനുസൃതമായി, ചേഞ്ചിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പിന്നെ എന്താണ്? നമുക്ക് ഒട്ടും എന്താണ്? പ്രീഷ്യസ് ആണ്. നമുക്ക് കൺട്രോൾ ഇല്ലായെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യും? എന്നേ നശിച്ചു പോയേനെ. മനസ്സിലാവുന്നുണ്ട്? നമുക്ക് കൺട്രോൾ ഇല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി എന്ത് ചെയ്യും? നശിച്ചു പോകും അല്ലെ, എന്നേ നശിച്ചു പോകും. സൊസൈറ്റിയിൽ എന്ത് വേണം? കൺട്രോൾ വേണം. ഒരു കൺട്രോൾ ഇല്ലാത്ത പക്ഷം സൊസൈറ്റി എന്ത് ചെയ്യും? അത് ഡിക്ലൈൻ ആയി പോകും. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അടുത്തത് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. നമ്മുടെ സൊസൈറ്റിയിൽ എന്തുണ്ട്? ഫോർമലും ഉണ്ട്, ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളും ഉണ്ട്. ഫോർമൽ എന്ന് പറയുമ്പോൾ ഔപചാരികവും ഉണ്ട്, അനൗപചാരികമായിട്ടുള്ള സാമൂഹ്യ നിയന്ത്രണങ്ങളും ഉണ്ട്. ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കാം? എന്തൊക്കെയായിരിക്കാം? നമുക്ക് ഇൻഫോർമൽ ആണ്. ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ വിശ്വാസം അല്ലെ, ട്രസ്റ്റ്, അതുപോലെ റിവാർഡ് എന്ന് പറയുമ്പോൾ പ്രതിഫലം, പിന്നെ നമ്മുടെ സ്മൈല്, പുഞ്ചിരി, അതുപോലെ തന്നെ നമ്മൾ മോട്ടിവേഷൻ ചെയ്യുന്നത്, കൺഗ്രാറ്റുലേഷൻസ്, പ്രശംസ, പിന്നെ മോട്ടിവേഷൻ, പ്രോത്സാഹനം, പണിഷ്മെന്റ്, ഇതെല്ലാം എന്താണ്? ഇൻഫോർമൽ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോൾ ആണ്. പിന്നെ ജനങ്ങളുടെ രീതികൾ എന്ന് പറയുമ്പോൾ പലതും പല രീതികളിലാണ്. നമ്മൾ ഇവിടെ പറയുന്ന ഒരു പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന് നമ്മൾ ഇവിടെ പറയുന്ന രീതിയല്ല വേറൊരു സ്ഥലത്ത് പറയുന്നത് അല്ലെ. നമ്മൾ പറയുന്ന മിക്ക കാര്യങ്ങളിലും എന്തുണ്ട്? ഡിഫറൻസ് ഉണ്ട്. ചിലടത്ത് ഉദാഹരണം പറയുകയാണെങ്കിൽ കപ്പയ്ക്ക് ട്രിവാൻഡ്രത്ത് കപ്പ എന്ന് പറയും, മരിച്ചിനി എന്ന് പറയും. ചിലടത്ത് എന്താണ് അതിനെ? കൊള്ളി എന്ന് പറയും അല്ലെ, ചിലടത്ത് ചീനി എന്ന് പറയും. അങ്ങനെ ഓരോ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? ഓരോ ലാംഗ്വേജും കാര്യങ്ങളും പറയുന്നത്. ഇവിടെ പറയുന്നത് എങ്ങനെ? ജനങ്ങളുടെ അവരുടെ പ്രശ്നം, അവരെ എന്താണ് സമൂഹത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ എല്ലാം തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. പിന്നെ നാട്ടു രീതികൾ എന്ന് പറയുമ്പോൾ നാട്ടും പ്രദേശമായാലും മിക്ക സ്ഥലത്തും അനുഷ്ഠിച്ചു കൊണ്ടുപോകുന്ന കുറെ കലാരൂപങ്ങൾ, അതുപോലെ തന്നെ വിശ്വാസങ്ങളുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, സൂപ്പർ സിറ്റുവേഷൻസ് ഉണ്ട്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതെങ്ങനെയായിരിക്കാം? പല ഓരോ കലാരൂപങ്ങളിലൂടെ ആയിരിക്കാം, അല്ല എങ്കിൽ പല രീതികളിലൂടെ ആയിരിക്കും. ഇതൊക്കെ എന്താണ്? നാട്ടുനടപ്പിലെ രീതികളാണ്. പിന്നെ എന്താണ്? ആചാരങ്ങൾ, കസ്റ്റംസ് ഉണ്ട്, ഒത്തിരി ആചാരങ്ങളുണ്ട്. പിന്നെ എന്താണ്? ആർട്ടും ലിറ്ററേച്ചറും സാഹിത്യവും കലയും. പിന്നെ നമുക്ക് വിശ്വാസവും ഉണ്ട്, ട്രസ്റ്റും ഉണ്ട്, സൂപ്പർ സിറ്റുവേഷൻ, അന്ധവിശ്വാസവും ഉണ്ട്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വിശ്വാസവും ഉണ്ട്, അന്ധവിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഏതിനെയും അകമഴിഞ്ഞ് എന്ത് ചെയ്യും? വിശ്വസിക്കുന്നതിനെയാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പബ്ലിക് എന്താണ്? ജനങ്ങളുടെ അഭിപ്രായം അല്ലെ, പബ്ലിക് അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്താണ്? പൊതുജന അഭിപ്രായം. പിന്നെ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് ആദർശങ്ങൾ,
ഇതെല്ലാം എന്തിനു വരുന്നതാണ്? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ. അപ്പൊ ഒന്നുകൂടെ ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ വിശ്വാസം. ഒന്നാമത്തെ എന്താണ്? ട്രസ്റ്റ്. രണ്ടാമത്തേത് പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ്. പ്രതിഫലം അല്ലെങ്കിൽ റിവാർഡ്. മൂന്നാമത് സ്മൈൽ അല്ലെ, എന്താണ്? പുഞ്ചിരി അല്ലെ, നമുക്ക് കിട്ടുന്ന ഒരു ഇതാണ് പുഞ്ചിരി എന്ന് പറയുന്നത്. അടുത്ത് പ്രശംസ. പ്രശംസ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളെ കൺഗ്രാജുലേറ്റ് ചെയ്യുക അല്ലെ, കൺഗ്രാജുലേറ്റ് ചെയ്യുന്നത്. പിന്നെ പ്രോത്സാഹനം. പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ മോട്ടിവേഷൻ ആണ്. പ്രോത്സാഹനം മോട്ടിവേഷൻ ചെയ്യുക. പിന്നെ ശിക്ഷ. ശിക്ഷ എന്ന് പറയുമ്പോൾ എന്താണ്? പണിഷ്മെന്റ് ആണ്. ശിക്ഷ എന്ന് പറയുമ്പോൾ പണിഷ്മെന്റ് ആണ്. പിന്നെ ജനങ്ങളുടെ രീതികൾ പല രീതിയിലായിരിക്കും അല്ലെ, ഓരോയിടത്ത് ജനങ്ങൾ ഒരുപോലെ ആകണമെന്നും അവരുടെ ചിന്താഗതികളും അവരുടെ രീതികളും ഒക്കെ ഒരുപോലെ ആകണമെന്ന് നമുക്ക് പറയാനായിട്ട് വാശി പിടിക്കാനായിട്ട് സാധിക്കില്ല. അവരുടെ ജനങ്ങളുടെ രീതികൾ എങ്ങനെയായിരിക്കാം? വ്യത്യസ്തമായിരിക്കാം. പിന്നെ സമ്പ്രദായങ്ങൾ, നാട്ടുനടപ്പ് രീതികൾ, കലയും സാഹിത്യവും. കല എന്ന് പറയുമ്പോൾ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ഇതെല്ലാം വ്യത്യസ്തമാണ്. പിന്നെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ വിശ്വാസം എന്ന് പറയുമ്പോൾ എന്താണ്? ഫെയ്ത്ത് അല്ലെ. അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സൂപ്പർ സിറ്റുവേഷൻ. ചിലവർക്ക് അകമഴിഞ്ഞ വിശ്വാസമായിരിക്കും ചില കാര്യങ്ങളോട്. കല്ലിനെ ആരാധിക്കുക, മണ്ണിനെ ആരാധിക്കുക, ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പിറകെ പോവുക. പിന്നെ എന്താണ്? അത് മുമ്പ് കാലഘട്ടത്തിൽ ലിംഗാരാധന അതുപോലെ തന്നെ ഓരോ ഇങ്ങനെ വൃക്ഷാരാധന ഒക്കെ ഉണ്ടായിരുന്നു നമ്മളുടെ പാലിയോലിത്തിക് കേസ് ഒക്കെ പഠിക്കുമ്പോൾ. ഇപ്പോഴും ചിലയിടത്ത് എന്താണ്? അന്ധവിശ്വാസങ്ങൾ അല്ലെ പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പൊ അതിനെയാണ് പറയുന്നത്. പിന്നെ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജന അഭിപ്രായം. പിന്നെ സാമൂഹ്യത്തിൽ നമുക്ക് ഒരുപാടുള്ള ഐഡിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ആദർശങ്ങൾ ഉണ്ട്. ഇതാണ് ഇൻഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഫോർമൽ സോഷ്യൽ കൺട്രോൾ. എന്തൊക്കെയാണ് ഫോർമൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ? ഫോർമൽ എന്ന് പറയുമ്പോൾ ലോ അല്ലെ, നിയമം വരും. പിന്നെന്താണ്? സിറ്റിസന്റെ റോൾസ്, പൗരന്റെ കടമ, സിറ്റിസന്റെ റോൾസ് വരും, പൗരന്മാരുടെ കടമകൾ വരും. എഡ്യൂക്കേഷൻ വരും, എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം അല്ലെ. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഫോർമൽ ഏതൊക്കെ വരും, ഇൻഫോർമൽ ഏതൊക്കെ വരും എന്ന് മനസ്സിലാക്കി പഠിക്കാം. ഫോർമൽ ഏതാണ് വരുന്നത്? നമ്മുടെ ലോസ് വരും, അതുപോലെ തന്നെ സിറ്റിസന്റെ റോൾ ഓഫ് സിറ്റിസൺ, പിന്നെന്താണ്? എഡ്യൂക്കേഷൻ വരും. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഫോർമൽ ആൻഡ് സോഷ്യൽ കൺട്രോളിൽ വരുന്നതാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അടുത്തത് റോൾ ഓഫ് ഫാമിലി ഓഫ് നൈബർഹുഡ്. നമുക്കറിയാം നമ്മുടെ ഫാമിലിക്കും നമ്മുടെ നൈബർഹുഡിനും നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇൻഫ്ലുവൻസ്, ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഇൻഫ്ലുവൻസ്. നമ്മൾ എല്ലാം പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അപ്പൊ റോൾ ഉണ്ടോ അല്ലെ? കുടുംബമാണ് സോഷ്യലൈസേഷന്റെ ഒരു പ്രധാന ഫാക്ടർ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സാമൂഹ്യവൽക്കരണം അല്ലെ. സാമൂഹ്യവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സോഷ്യൽ കൺട്രോൾ അല്ലെ, ഫാമിലിയാണ് അല്ലെ. ഫാമിലിയാണ് നമ്മുടെ സോഷ്യൽ കൺട്രോൾ പാലിക്കുന്നതിൽ ഒരു പരിധി വരെ നമ്മെ സഹായിക്കുന്നത്. പിന്നെ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ മെയിൻറ്റെയിൻ ദ ഓൾഡ് സോഷ്യൽ ഓർഡർ ആണ്. അപ്പോ എന്താണ് നമ്മുടെ ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യക്ഷമ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഓൾഡ് സോഷ്യൽ കൺട്രോൾ. ഇന്നും ഇന്നലെ വന്നതാണോ? അല്ല, മുമ്പേ ഉണ്ടായിരുന്നതാണ് എന്തെന്ന് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവും? മുമ്പേ ഉണ്ടായിരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഒരു സോഷ്യൽ ഓർഡർ ആണ് എന്ന് വിളിക്കുന്നത്, സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ കുടുംബമാണ് സാമൂഹ്യവൽക്കരണത്തിന് പ്രധാന ഘടകം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കുടുംബമാണ്, ഒരു ഫാമിലിയാണ് നമ്മുടെ ലൈഫിൽ എന്താണ്? നമുക്ക് ഏതൊരു കാര്യം, നമ്മൾ A to Z കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. നമുക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന അഫെക്ഷൻ, ഫീലിങ്സ്, അതുപോലെ തന്നെ എന്താണ്? പ്രൊട്ടക്ഷൻ, ഇതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് മാത്രമേ കിട്ടുള്ളൂ, നമ്മുടെ ഫാമിലിയിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. നമ്മെ എന്ത് ചെയ്യും? സന്തോഷിപ്പിക്കുന്നതും നമുക്ക് സങ്കടങ്ങൾ ലഭിക്കുന്നതും അതുപോലെ തന്നെ നമ്മെ മോട്ടിവേഷൻ ചെയ്യുന്നതും നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നതും നമ്മുടെ കഷ്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളിൽ കൂടെ ഇരിക്കുന്നതും ഒക്കെ ആരാണ്? നമ്മുടെ ഫാമിലിയാണ്. അതാണ് പറഞ്ഞ ഒരു ഫാമിലി എന്ന് പറയുന്നത് സോഷ്യലൈസേഷന്റെ ഒരു ഫാക്ടേഴ്സ് ആണെന്ന് വിളിക്കുന്നത്. നമ്മുടെ ഫാമിലി എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ന് പറയുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. ഒരു സോഷ്യൽ മെയിൻറ്റെയിൻ ദ ഓൾഡ് സോഷ്യൽ ഓർഡർ ആണ് അല്ലെ. മെയിൻ ആയിട്ടുള്ള ഓൾഡ് സോഷ്യൽ ഓർഡർ ആണെന്ന് വിളിക്കുന്നത് സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതൊക്കെ വളരെ ഈസിയാണ്. എന്താണ് സോഷ്യലൈസേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സോഷ്യലൈസേഷൻ? സമൂഹത്തിലെ ഓരോ കാര്യങ്ങളും എന്താണ്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നത്. റോൾ ഓഫ് ഫാമിലി ആൻഡ് നെയ്ബർഹുഡ്. ഫാമിലിക്ക് എന്തൊക്കെ നമുക്ക് പങ്കുണ്ട്? സോഷ്യലൈസേഷന്റെ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ഫാമിലിയാണ്. സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്
സാമൂഹ്യവൽക്കരണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ഫാമിലിയാണ്. ഫാമിലിയിലെ നൈബർഹുഡിന്റെയും പ്രത്യേകതയാണ് ചോദിച്ചാൽ, അല്ലെങ്കിൽ റോളാണ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് നൈബർഹുഡ് അല്ലെങ്കിൽ അയൽവക്കക്കാർ അല്ലെ അയൽപക്കം എന്നൊക്കെ പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? നമ്മെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ. നല്ല അയൽവക്കക്കാരും ഉണ്ട്, മോശം അയൽവക്കക്കാരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും നമ്മുടെ ചുറ്റുപാട് താമസിക്കുന്ന നമ്മെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? അവർ എന്ത് ചെയ്യും? നമുക്കിപ്പോ ഒരു ചെറിയ ഡിസീസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മ എന്ത് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യും അല്ലെ. അവര് ചിലപ്പോൾ ഹോസ്പിറ്റൽ ഇവിടെ ആരും ഇല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ പണ്ട് കാലഘട്ടത്തിൽ ബാർട്ടർ സമ്പ്രദായമാണ്. അപ്പൊ വീട്ടിനുള്ളിൽ എന്തെങ്കിലും ആഹാര പദാർത്ഥം വെക്കുമ്പോൾ എന്തെങ്കിലും സാധനം തീർന്നു പോകുകയോ അല്ലെങ്കിൽ കുറഞ്ഞു പോകുകയോ ചെയ്യുവാണെങ്കിൽ എന്താ ചെയ്തിരുന്നത്? മതിലുകൾ വഴി മതിലൊന്നും അന്നേരം ഇല്ല എങ്കിലും അപ്പുറവും ഇപ്പുറവും ഉള്ളവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അവർക്കൊരു മതിലോ വേർതിരിവില്ലാതെ അവർ സംഭാഷണം നടത്തിയിരുന്നു. അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്നു. അപ്പൊ നൈബർഹുഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അയൽവക്കക്കാർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ബാഡ് ആയിട്ടുള്ളവരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എങ്കിലും ഒരു പരിധി വരെ നമ്മുടെ സാമൂഹ്യവൽക്കരണത്തിന് നമ്മെ സഹായിക്കുന്ന ആരാണ്? അയൽവക്കക്കാരാണ്. അയൽവക്കക്കാരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു അഭേദ്യമായ ബന്ധവും അല്ലെങ്കിൽ അതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അല്ലെ അവരുമായിട്ട് നമ്മൾ ചെന്ന് ചേരുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടി എന്ത് വരും? മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത് റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ്. ഫാമിലിയുടെ റോൾ ഒന്നും ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്ക് അറിയാം. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ ഇതെല്ലാം നമുക്ക് അറിയാന്നുള്ള കാര്യമാണ്. ആ എന്ന് എഴുതാനോ അല്ലെങ്കിൽ അമ്മ എന്ന് പറയാനോ ഒക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ്? ഫാമിലിയാണ്, വീടാണ് അല്ലെ. നമ്മുടെ ലൈഫിൽ നമ്മൾ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് എന്താണ്? ഫാമിലിയാണ്, വീടാണ്. ആദ്യത്തെ ടീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് നമ്മുടെ പാരന്റായ അമ്മയാണ് അല്ലെ, നമ്മുടെ അമ്മയാണ്. അമ്മയല്ലേ ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ടാണ് സോഷ്യലൈസേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നതും ഏത് തന്നെയാണ്? ഫാമിലി തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ദ പ്രോസസ് ഓഫ് ഡാഷ് ഈസ് ദ റെഗുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഗ്രൂപ്പ്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ പറയുക. ക്വസ്റ്റ്യൻ ആണ്, ഇതൊരു വൺ ആണ്, ആൻസർ പറയുക. ദ പ്രോസസ് ഓഫ് ഡാഷ് is the regulate the interest of individual at the group. ഒരു ഗ്രൂപ്പിനുള്ളിൽ അവരുടെ എന്താണ് ഇൻഡിവിജ്വൽ തമ്മിലുള്ള റെഗുലേഷനും ഇൻട്രസ്റ്റും ഒക്കെ നടത്തുന്നത് എന്ത് പ്രോസസ്സാണ്? എന്താണ് മിഡിക്കർ എന്ന് പറയുന്നത്? ഏതാണ്? സോഷ്യൽ കൺട്രോൾ. മനസ്സിലായോ? നമ്മളിപ്പോ പഠിച്ച കാര്യമാണ്, സോഷ്യൽ കൺട്രോൾ ആണ്. അടുത്തതെന്ന് പറയുമ്പോൾ എന്താണ്? ഫാമിലി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ദ ചൈൽഡ് ഡെവലപ്മെന്റ്. ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ഒരു റോൾ എന്ന് പറയുന്നത്? ക്രൂഷ്യൽ റോൾ ആണ്. മനസ്സിലായോ? ഡാഷിനകത്ത് എന്താ എഴുതുന്നത്? ക്രൂഷ്യൽ റോൾ. നോക്കിക്കേ, ഫാമിലി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ഒരു കുഞ്ഞ് വളരുക അല്ലെ, അതായത് ആദ്യം എന്ത് ചെയ്യുന്നു? കമരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മുട്ടുകൊണ്ട് എഴയുന്നു. എഴഞ്ഞതിന് ശേഷം പതുക്കെ നടക്കാൻ ശ്രമിക്കുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു കുഞ്ഞിനെ വളർന്നത് വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ക്രൂഷ്യൽ റോളാണ് അല്ലെ. ഒരു ക്രൂഷ്യൽ റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കൊട്ടും നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമാണ്, ഒരു ക്രൂഷ്യൽ റോളാണ്. അപ്പൊ അതാ പറയുന്നത് ഫാമിലി പ്ലേസ് എ ഡാഷ് റോൾ ഇൻ ചൈൽഡ് ഡെവലപ്മെന്റ്. ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റില് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ന് പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് എന്ത് റോളായിട്ട് നമ്മൾ കണക്കാക്കുന്നു? ക്രൂഷ്യൽ റോൾ ആയിട്ട് കണക്കാക്കും. ക്രൂഷ്യൽ റോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒട്ടുമേ വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വളരെ മഹത്തരമായ ഒരു ഫാക്ടറായിട്ട് എന്ത് മാറുകയാണ്? ഒരു കുഞ്ഞിന്റെ ജനനം മാറുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ് ഫാമിലി എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? നമ്മുടെ എഴയാൻ, നടക്കാൻ, ചാടാൻ, ഓടാൻ, കളിക്കാൻ, ഇരിക്കാൻ, നിൽക്കാൻ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരുമോ? ഇല്ല. നമ്മൾ ഇതെല്ലാം പഠിച്ചതിന് ശേഷമാണ് ഒരു 3 to 2 years ആകുമ്പോൾ നമ്മൾ എവിടേക്ക് പോകുന്നത്? ഡേ കെയറിലോട്ടോ അല്ലെങ്കിൽ പ്രീ കെ ജി സ്കൂളിലോട്ടൊക്കെ നമ്മൾ പോകുന്നു. അവിടെ പോകുമ്പോൾ ടീച്ചേഴ്സ് നമുക്ക് എന്ത് ചെയ്യും? ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. പക്ഷെ തുടക്കത്തിൽ നമ്മൾ എവിടെ നിന്ന് ഇതെല്ലാം കുറെയൊക്കെ പഠിച്ചിട്ടുണ്ട്? നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. അതാണ് ഫാമിലി പ്ലേസ് ഇൻ ദ ക്രൂഷ്യൽ റോൾ ഇൻ ദ ചൈൽഡ്സ് ഡെവലപ്മെന്റ്. കുട്ടിയുടെ വികാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഫാമിലി തന്നെയാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്? സോഷ്യൽ കൺട്രോൾ അല്ലെ. സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ സാമൂഹിക നിയന്ത്രണം. സാമൂഹിക നിയന്ത്രണം എന്ന് പറയുമ്പോൾ എന്താണ്? സമൂഹത്തിലെ വ്യക്തികളെ നിയന്ത്രിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. അതിൽ എന്ത് വരും? നോംസും അതുപോലെ തന്നെ എന്താണ്? നമ്മുടെ വാല്യൂസും കാര്യങ്ങളും വരും. പിന്നെ സോഷ്യൽ ഗ്രൂപ്പ്സിന്റെ അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോളിന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? എല്ലാ സമൂഹങ്ങളിലും അല്ലെ, എല്ലാ സൊസൈറ്റിയിലും എന്തുണ്ട്? നോംസും വാല്യൂസും ഉണ്ട്. മനസ്സിലായി? നോംസും വാല്യൂസും ഉണ്ട്. പിന്നെ സമൂഹത്തിൽ എന്താണ്?
അംഗങ്ങൾ അനുസരിക്കും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അനുസരിക്കോ ഇല്ലയോ എന്ന് നമ്മളല്ല, പ്രതീക്ഷിക്കപ്പെടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഈ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നത്. പിന്നെ അംഗങ്ങളുടെ മേൽ എന്തുണ്ട്? ഒരു പ്രഷർ ഗ്രൂപ്പ്സ് ഉണ്ട്. എന്തുണ്ട്? ഒരു പ്രഷർ ഉണ്ട്, അംഗങ്ങളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പിന്നെ ഈ സോഷ്യൽ കൺട്രോൾ എങ്ങനെയാവാം? സെൽഫ് കൺട്രോൾ ആവാം, അല്ലെ? സ്വന്തമായിട്ട് എന്ത് ചെയ്യും? കൺട്രോൾ വരുത്തും. മറ്റുള്ളവർ മുഖാന്തരവും എന്ത് ചെയ്യും? കൺട്രോൾ ലൈഫിൽ ഉണ്ടാകും. പിന്നെ വ്യാപ്തി എങ്ങനെയാണ്? അല്ലെങ്കിൽ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ എന്താണ്? വൈഡ് ആണ്, ഒന്നും രണ്ടും അല്ല, വൈഡ് ആണ്. അത് സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യും? അനുസരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനനുസരിച്ച് സമൂഹത്തിലെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കുഞ്ഞിലെ ഇരുന്ന കുഞ്ഞ് അതുപോലെയാണോ ഇരിക്കുന്നത്? വ്യത്യാസപ്പെടുന്നതോറും വയസ്സ് ചെല്ലുന്തോറും കുഞ്ഞിന്റെ ഗ്രോത്ത് എന്ത് ചെയ്യും? വളർന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇത് പ്രീഷ്യസ് ആണ്, വിലമതിക്കാനായിട്ട് കഴിയാത്ത ഒന്നാണ്. മനസ്സിലായോ? പിന്നെ ഫോർമൽ നോക്കി, ഇൻഫോർമൽ നോക്കി. ഫോർമൽ എങ്ങനെയാണ്? ആ ഫോർമുല ഏതൊക്കെയാണ്? ലോസ് വരും, നിയമം വരും, പിന്നെ എന്താണ്? വിദ്യാഭ്യാസം വരും, പിന്നെ ഭീഷണി വരും, അല്ലെ? അതുപോലെ തന്നെ പൗരന്റെ കടമ, ഒരു റോൾ ഓഫ് സിറ്റിസൺ. മനസ്സിലായല്ലോ? ഈ ഇൻഫോർമൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ട്രസ്റ്റ്, വിശ്വാസം, പ്രതിഫലം, പുഞ്ചിരി, പ്രശംസ, പ്രോത്സാഹനം, ശിക്ഷ, ജനങ്ങളുടെ രീതികള്, നാട്ടുനടപ്പ് രീതികള്, സമ്പ്രദായങ്ങൾ, കലയും സാഹിത്യവും, വിശ്വാസങ്ങള്, അന്ധവിശ്വാസങ്ങള്, പൊതുജനാഭിപ്രായം. ഇതെല്ലാം എന്തിൽ വരും? ഇൻഫോർമൽ അതുപോലെ തന്നെ ഫോർമൽ സോഷ്യൽ കൺട്രോളിൽ വരും. ഇനി റോൾ ഓഫ് ഫാമിലി ഓഫ് സോഷ്യൽ നെയ്ബർഹുഡ് ആണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ? നമ്മളിപ്പോ പറഞ്ഞു, നമ്മുടെ ഫാമിലിയെ പോലെ തന്നെ നമ്മെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് അയൽവക്കം നമുക്ക് ഉണ്ട്, അല്ലെ? അതിൽ സപ്പോർട്ട് ചെയ്യുന്നവരും കാണും, അല്ലാത്തവരും കാണും. എന്നിരുന്നാലും നമ്മുടെ സാമൂഹ്യവൽക്കരണത്തിൽ അവർ ചെലുത്തുന്ന പ്രാധാന്യം വളരെ ചെറുതൊന്നും അല്ല. മനസ്സിലായി? ഒത്തിരി എന്താണ്? ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അയൽപക്കക്കാർ അല്ലെങ്കിൽ അയൽപക്കക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് റോൾ ഓഫ് ഫാമിലി ആൻഡ് നൈബർഹുഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? പിന്നെ രണ്ട് ഒൺവേഡ് ഏതൊക്കെയായിരുന്നു? ദ പ്രോസസ് ഓഫ് ഡാഷ് ഇസ് റെഗുലേറ്റ് ഇൻട്രസ്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ദ ഗ്രൂപ്പ്. എന്തൊക്കെയാണ്? നമ്മുടെ സൊസൈറ്റിയിലെ എന്താണ്? ഇൻട്രസ്റ്റും അതുപോലെ ഇൻഡിവിജ്വലിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് എന്തിനെ? ആ പ്രോസസ്സിനെ എന്ന് വിളിക്കുന്നു? സോഷ്യൽ കൺട്രോൾ എന്ന് വിളിക്കുന്നു. ഇനി ഫാമിലി പ്ലേസ് എ ഡാഷ് റോൾ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ക്രൂഷ്യൽ റോളാണ്. നമുക്ക് ഒട്ടും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ക്രൂഷ്യൽ റോളാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫാമിലിയിലെ എന്താണ്? ഈ റോൾ ചൈൽഡ് ഡെവലപ്മെന്റിനെ വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കൃത്യമായി നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠമാണ്. വളരെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ആ ഒരു 3-4 ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് എഴുതാനായിട്ട് കഴിയും, അല്ലെ? നമുക്ക് ഇനി നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ സോഷ്യൽ ഡീവിയൻസ് ആണ്. അതിൽ കുറച്ചേ ഉള്ളൂ, അതും ഇതുപോലെ തന്നെയാണ്, നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ സമൂഹത്തിലെ ഓരോ കൺട്രോളും അതുപോലെ തന്നെ അത് എങ്ങനെയൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്, അല്ലെ? ഡിസ്കസ് ചെയ്തത് എങ്ങനെയൊക്കെയാണ്? സമൂഹത്തിലെ കൺട്രോൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്താണ്? നോർമലി വരുന്നതും ആകാം, അല്ലാതെ ആകാം, ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതാകാം, സ്വന്തമായിട്ട് ചെയ്യുന്നതും ആകാം. അതാണ് പറയുന്നത്. മനസ്സിലായോ? ലീഗൽ ആകാം, ഇല്ലീഗൽ ആകാം. ഇതെല്ലാം എന്താണ്? സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നതാണ്. സോഷ്യൽ കൺട്രോളിന്റെ രീതികൾ ഏതൊക്കെയാണ്? വിശ്വാസം, അല്ലെ? വിശ്വാസം, അതുപോലെ തന്നെ പ്രതിഫലം, ട്രസ്റ്റ്, അതുപോലെ തന്നെ സ്മൈല്, അതുപോലെ കൺഗ്രാജുലേഷൻ, മോട്ടിവേഷൻ, പണിഷ്മെന്റ്, കസ്റ്റംസ്, ജനങ്ങളുടെ രീതികൾ, അതുപോലെ തന്നെ നാട്ടുനടപ്പ്, സൂപ്പർ സിറ്റുവേഷൻസ്, ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, പബ്ലിക് ഒപ്പീനിയൻ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എവിടെയുണ്ട്? ഇൻഫോർമൽ സോഷ്യൽ കൺട്രോളിലുണ്ട്. ഫോർമൽ ആണെങ്കിൽ ഏതൊക്കെയാണ്? ലോ ഉണ്ട്, പിന്നെ എന്താണ്? എഡ്യൂക്കേഷൻ ഉണ്ട്, പിന്നെ റോൾ ഓഫ് സിറ്റിസൺ, പൗരന്റെ കടമയുണ്ട്. മനസ്സിലായോ? ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ്. എന്നാൽ പിന്നെ എന്താണ്? പാഠത്തിലൊന്നും ഇല്ലേം താനും, കുറച്ചേ ഉള്ളൂ. അത് കുറച്ചായാലും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത് നന്നായിട്ടൊന്ന് പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമന്റ്സ്, ലൈക്ക്, ഷെയർ, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഷെയർ ചെയ്തിട്ട് നിങ്ങൾ ഇടുന്ന കമന്റ്സ് ഒക്കെ നിങ്ങൾ വായിക്കുന്നുണ്ട്. ചില കമന്റ്സിന് ചിലപ്പോൾ റിപ്ലൈ തരാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ കമന്റ്സും എന്ത് ചെയ്യും? നമ്മൾ വരും ദിവസങ്ങളിൽ നമ്മൾ അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ നന്നായിട്ടൊന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഈ ഒരു എല്ലാ നമ്മൾ ഇതുവരെ പഠിപ്പിച്ച എല്ലാ പാഠവും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഓരോന്നായിട്ടും പ്ലേലിസ്റ്റിൽ കയറി കണ്ട് അതിനുള്ള എന്ത് ചെയ്യുക? സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിലാണ്, അല്ലെ? പഠിക്കുക. പഠിക്കാതെ വേറൊരു വഴിയില്ല. നമുക്ക് പഠിച്ചു നോക്കുക. എന്നിട്ട് സംശയമുള്ളതാണെങ്കിൽ നമ്മളോട് കോൺടാക്ട് ചെയ്യുക. ഏത് സമയം നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾ അതിനുള്ള മറുപടി നിങ്ങൾക്ക് തരുന്നതാണ്. അതുപോലെ കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു ക്ലാസ് വരെ കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു.